ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി. ജനവാസ മേഖലയിലെ ഉപയോഗശൂന്യമായ കിണറ്റിൽ സാമൂഹ്യ വിരുദ്ധർ വ്യാപകമായി മാലിന്യം തള്ളുന്നതായി പരാതി. കുണ്ടന്നൂർ മാവിൻചുവട് ഉറുസലീം മഠത്തിന് സമീപം പോകുന്ന വഴിയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ പാതയോരത്തെ കിണറ്റിലാണ് മാലിന്യം തള്ളുന്നത് പതിവാക്കിയിരിക്കുന്നത്. പ്ലാസ്റ്റിക് കവറുകളും ചാക്കുകളും കുപ്പികളും അവശിഷ്ടങ്ങളും മനുഷ്യ വിസർജനം കലർന്ന ഡയപ്പറുകളും ഭക്ഷണ അവശിഷ്ടങ്ങളും അടക്കമുള്ള വൻ മാലിന്യ ശേഖരമാണ് രാത്രികാലങ്ങളുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ ഇവിടെ തള്ളുന്നത്. നിലവിൽ ഈ പ്രദേശമാകെ അതിരൂക്ഷമായ ദുർഗന്ധമാണ് വമിക്കുന്നത്. ഇതുവഴി കാൽനട യാത്ര പോലും സാധ്യമല്ലാത്ത അവസ്ഥയിലാണ് നാട്ടുകാർ ഇപ്പോൾ കടുത്ത ദുരിതത്തിലായിരിക്കുന്നത്. മഴക്കാലം ആരംഭിച്ചതോടെ പകർച്ചവ്യാധി രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് സാമൂഹ്യ വിരുദ്ധരുടെ ഈ ക്രൂരത. തുറന്നു കിടക്കുന്ന കിണറ്റിലെ മലിനജലത്തിൽ കൊതുകുകൾ പെരുകുന്നത് ഡെങ്കിപ്പനി, എലിപ്പനി തുടങ്ങിയ മാരക രോഗങ്ങൾ പടരാൻ കാരണമാകുമെന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ. സമീപത്തെ കുടിവെള്ള സ്രോതസ്സുകളിലേക്ക് ഈ മലിനജലം ഇറങ്ങുമോ എന്ന ആശങ്കയും ശക്തമാണ്. മാലിന്യം തള്ളുന്ന കിണറിന് സമീപത്തായി വലിയ നെൽപ്പാടങ്ങളുമുണ്ട്. മഴ ശക്തമാകുന്നതോടെ കിണറ്റിൽ നിന്നും മലിനജലം നെൽപ്പാടത്തേക്ക് ഒഴുകുകയും അവിടെ നിന്ന് സമീപത്തെ മറ്റ് കിണറുകളിലേക്കും വടക്കാഞ്ചേരി പുഴയിലേക്കും എത്തിച്ചേരുകയും ചെയ്യും. ഇത് വലിയൊരു പകർച്ചവ്യാധിക്ക് കാരണമാകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. വിഷയത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് ആരോഗ്യ വകുപ്പിനും അടിയന്തരമായി വിവരമറിയിച്ചിട്ടുണ്ടെന്നും കിണർ കൃത്യമായി മൂടി സംരക്ഷിക്കുവാൻ ആവശ്യപ്പെട്ട് സ്ഥലം ഉടമയ്ക്ക് കത്ത് നൽകുമെന്നും വാർഡ് മെമ്പറും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ പ്രഭിത ബാലകൃഷ്ണൻ അറിയിച്ചു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡ് മാവിൻചോട് പ്രദേശത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ ഒരു കിണറാണിത്. ഒരു പൊട്ടക്കിണറാണെന്നാണ് പറയുന്നത്. അതിൽ കൂടുതൽ വേസ്റ്റുകൾ കൊണ്ടുവന്ന് നിക്ഷേപിക്കുകയാണ്. അത് പരിസരവാസികളോട് ചോദിച്ചപ്പോൾ അവരൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ബൈക്കിലൊക്കെ വന്ന് സാമൂഹ്യ വിരുദ്ധർ ഇതിൽ വേസ്റ്റ് കൊണ്ടുവന്ന് തള്ളുന്നത് കണ്ടവരുമുണ്ട്. അപ്പോൾ നമുക്കിത് വ്യക്തമായിട്ട് കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ ഇവിടെ CCTV ക്യാമറകളൊന്നും സ്ഥാപിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷയമുണ്ട്. അപ്പോൾ അത് പൂർണ്ണമായും ഈ ഒരു ഷിഗല്ല പോലുള്ള പകർച്ചവ്യാധികൾ പടരുന്ന സമയത്ത് ഇത്തരത്തിലിങ്ങനെ മാലിന്യങ്ങൾ കുമിഞ്ഞു കൂടുന്നത് പരിസരവാസികൾക്ക് മാത്രമല്ല നമുക്ക് ഏവർക്കും അതൊരു രോഗങ്ങൾ പടരാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു മുൻകരുതൽ എന്നോണം ഈ സ്വകാര്യ വ്യക്തിയോട് നമ്മൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയും ഹെൽത്തിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഇങ്ങനെ സാമൂഹ്യ വിരുദ്ധരെ ഇങ്ങനെ ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ട് മാലിന്യങ്ങൾ കൊണ്ടുവന്ന് തള്ളുമ്പോൾ അവർക്കും കൂടി ഈ ഒരു രോഗാവസ്ഥ വരും എന്നുള്ളത് കാണണം, അത് മനസ്സിലാക്കണം. ഈ ഇടങ്ങളിലൊക്കെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും. You are watching VCV News.